ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി പോകുന്നു. ഗവർണറും SFIയും നേർക്കുനേർ. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ ഗവർണർ ആവശ്യപ്പെട്ടിട്ടും നീക്കിയില്ല. സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ നീക്കണമെന്ന് VCയോട് ആവശ്യപ്പെടാൻ ഗവർണർ രാജ്ഭവൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണർക്ക് എതിരായ പ്രതിഷേധത്തിന് SFIക്ക് പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രിയാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ആരോപിച്ചു. നാളെ സംഘപരിവാർ അനുകൂല സംഘടന നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കാലിക്കറ്റ് സർവകലാശാല ജീവനക്കാർക്ക് 2 മണിക്കൂർ അവധി നൽകി. How these banners are there and have you taken any action? और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ചാൻസലർ ഗോബാക്ക്, സംഘി ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങി SFI സ്ഥാപിച്ച കറുത്ത ബാനറുകൾ നീക്കം ചെയ്യാതിരുന്നതാണ് ഗവർണറെ രോക്ഷം കൊള്ളിച്ചത്. ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങിയ ഗവർണർ മാധ്യമപ്രവർത്തകരെയും കൂട്ടി ബാനറുകൾക്കടുത്തേക്ക് നീങ്ങി. രാജ്ഭവൻ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച അദ്ദേഹം ബാനർ മാറ്റാത്തതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ഗവർണറെയും പ്രധാനമന്ത്രിയെയും ചീത്ത വിളിക്കാൻ മുഖ്യമന്ത്രി പൊതുഖജനാവിലെ പണം ഉപയോഗിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരന്റെ വിമർശനം. പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഗവർണർക്കെതിരായിട്ട് തുടർന്നും അക്രമത്തിന് ഒരുമ്പെടാൻ, അക്രമത്തിന് തയ്യാറെടുക്കാൻ SFIക്കാർക്ക് ആഹ്വാനം നൽകുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. ഇതിനിടെ SFIയെ പിന്തുണച്ച് സ്പീക്കർ AN ഷംസീറും രംഗത്തെത്തി. ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതിന് അദ്ദേഹത്തെ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു ഗ്രാൻഡ് ചിൽഡ്രൻസ് ആവാനുള്ള പ്രായം മാത്രമേ വിദ്യാർത്ഥികൾക്കുള്ളൂ. കാലിക്കറ്റ് സർവകലാശാല, സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രചാരകൻ എന്ന സെമിനാറിൽ ഗവർണർ നാളെ പങ്കെടുക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് സർവകലാശാല ജീവനക്കാർക്ക് അനുമതി നൽകി. SFI പ്രതിഷേധം കണക്കിലെടുത്ത് ക്യാമ്പസിലുടനീളം ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 24 തിരൂർ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്ക് എതിരായ ബാനറുകൾ നീക്കാൻ പോലീസിനെ അനുവദിക്കില്ല എന്നാണ് SFIയുടെ നിലപാട്. ബാനർ നീക്കം ചെയ്യൽ പോലീസിന്റെ ഉത്തരവാദിത്തമല്ല. ഗവർണർ അനുകൂല ബാനറുകളും ക്യാമ്പസിലുണ്ട്. ചിലത് മാത്രം മാറ്റുക എന്നത് സാധ്യമല്ലെന്നും SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പ്രതികരണം. കേരള നിയമസഭ പാസ്സാക്കിയ ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. ക്രിമിനലുകൾ എന്നാണ് SFI പ്രവർത്തകരെ തുടർച്ചയായി ഗവർണർ വിളിക്കുന്നത്. അതേ നാണയത്തിൽ ഗവർണർക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി വരുന്നു. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. BJP അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല, പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, മതസഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് RSS ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം വരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം. ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് ചില അവകാശങ്ങളുണ്ട്. നിയമം മാറ്റുന്നതുവരെ ഗവർണർക്ക് ആ അവകാശങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. SFIക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ പ്രതികരണം.
ഗവർണർ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ ഇതുവരെ നിയമപ്രകാരമുണ്ട്. അദ്ദേഹമാണ് ചാൻസലർ യൂണിവേഴ്സിറ്റീസിന്റെ. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി അദ്ദേഹം ചെയ്തത് SFIന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് SFIയും ഗവർണറും കൂടി സോർട്ട് ഔട്ട് ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ നിയമം മാറ്റുന്നവരെ ഗവർണറിന്റെ അവകാശങ്ങൾ അദ്ദേഹത്തെ ഉപയോഗിക്കാനും അതുപോലെ ആക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. തർക്കം വന്നാൽ കോടതി പോകാം. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വിഷയത്തിൽ കോടതി ഗവർണറിന്റെ എതിരാണ് റൂൾ ചെയ്തത്, ഒരു വിഷയത്തിൽ ഗവർണറിനെ പിന്തുണ കൊടുത്തു. അപ്പൊ നമ്മൾ നോക്കേണ്ടി വരും ഇതൊക്കെ. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന്. അരുണിയും ബാനർ നീക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ട് മണിക്കൂറുകളായല്ലോ. എന്തെങ്കിലും ഒരു നടപടിയും പ്രതീക്ഷിക്കാമോ? മാറ്റാൻ അനുവദിക്കില്ല എന്നതാണല്ലോ SFIയുടെ നിലപാട്. വീണ്ടും ഒരു സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടോ അരുൺ? ഉന്മേഷ്, SFI ഗവർണർ പോരിപ്പോൾ BJP CPM പോരിലേക്ക് കൂടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴും SFI സ്ഥാപിച്ച ഈ കറുത്ത ബാനറുകൾ ഗവർണർ മണിക്കൂറുകൾക്ക് മുന്നേ നീക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ ബാനർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അത് നീക്കാൻ വേണ്ടി സർവകലാശാല അധികൃതർ തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ അവധിയാണ്. നാളെ രാവിലെ അത് നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർവകലാശാല അധികൃതർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SFIയുടെ ശക്തമായ പ്രതിഷേധം ഈ സമയത്ത് ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആർഷോ ഉൾപ്പെടെയുള്ള SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പസിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെ ശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഒരു ബാനർ മാറ്റിയാൽ 100 ബാനർ പകരം വെക്കും എന്നൊരു വെല്ലുവിളി SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഈ ബാനറുകളൊക്കെ തന്നെ നാളത്തെ ഈ പരിപാടിക്ക് മുന്നേ നീക്കം ചെയ്യണമെന്ന് ഗവർണർ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലുപരി CPMന്റെ മന്ത്രിമാർ ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJPയുടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെ CPM മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും ഇതൊരു തുറന്ന പോരിലേക്ക് CPM BJP തുറന്ന പോരിലേക്ക് കൂടി വഴിതെളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശശി തരൂർ MP ഗവർണറെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. നാളെ സർവകലാശാലയിൽ സംഘപരിവാർ അനുകൂല സംഘടനയായ ഭാരതീയ വിചാര കേന്ദ്രവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠം ചെയറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന പരിപാടി നടക്കാനിരിക്കുകയാണ്. BJPയുടെയും RSSന്റെയും നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ സമയത്ത് SFI പ്രവർത്തകർ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിപാടിയിൽ 300 ആളുകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാസ് ഉൾപ്പെടെയുള്ളവ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഈ സർവകലാശാലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ സനാതന ധർമ്മപീഠം ചെയറുമായി, അതിൻ്റെ കോർഡിനേറ്ററുമായി ജില്ലാ പോലീസ് മേധാവി സംസാരിച്ചിരുന്നു ഈ വിഷയങ്ങളൊക്കെ എന്നാണ് നേരത്തെ സംഘാടകർ അറിയിച്ചത്. നാളെ കൃത്യമായ ഒരു സുരക്ഷ ഉണ്ടാവും. 2 മണി മുതൽ തന്നെ നേരത്തെയുള്ള ആളുകളെ അതിനുള്ളിലേക്ക് കയറ്റാനുള്ള നടപടികൾ പോലീസ് ആരംഭിക്കും. ഈ സർവകലാശാലയിലെ നാളെയും കാലിക്കറ്റ് സർവകലാശാല വാർത്താ ഇടമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സെമിനാർ ഒപ്പം ആ ബാനർ മാറ്റുമോ, ഇതൊക്കെ വാർത്താ പ്രാധാന്യം നേടുന്ന വിഷയങ്ങളായി മാറുകയാണ്. ഇപ്പോഴും ഇടമുറിയാതെ മഴ. പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരും എന്നാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പുലർച്ചെ തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമായിട്ടില്ല. തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശ്രീലങ്കൻ തീരത്തിന് സമീപം നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് തെക്കൻ കേരളത്തിൽ മഴ ശക്തമാക്കുന്നത്. തീരമേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം, പൊന്മുടി, കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെന്ററുകൾ അടയ്ക്കും. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. താഴ്ന്ന പ്രദേശങ്ങൾ താമസിക്കുന്നവർ അടിയന്തര ഘട്ടങ്ങളിൽ മാറി താമസിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ കനത്ത മഴയാണ്. 4 ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ട്. കന്യാകുമാരി, തിരുനെൽവേലി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴ തുടരുകയാണ്. ഈ 4 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി.
ശക്തമായി മഴ തുടരുന്ന 4 ജില്ലകളിലും നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുനെൽവേലി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട 2 സർവീസുകൾ മധുരയിലേക്ക് വഴിതിരിച്ചുവിട്ടു. താമരഭരണി, പാപനാശം തുടങ്ങിയ അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 30,000 ഘനയടി വെള്ളം ഇന്ന് തുറന്നുവിട്ടേക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. തീരദേശത്തുള്ളവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിസേൻവിള, കൂടംകുളം, മഞ്ചോല ഹിൽസ്, പനക്കുടി, കലക്കാട് തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ മഴ തുടരുന്നത്. തിരുനെൽവേലി സെൻട്രൽ ആശുപത്രിയിലും പ്രധാന ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി. തെങ്കാശി, മണിമുത്താർ നിറഞ്ഞു കവിഞ്ഞതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തൂത്തുക്കുടിയിൽ സാത്താൻകുടി നഗരം പൂർണ്ണമായും വെള്ളത്തിലായി. കടകളിലും വീടുകളിലുമെല്ലാം 2 അടിയോളം വെള്ളമെത്തി. അടിയന്തര രക്ഷാദൌത്യത്തിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 3 സംഘങ്ങൾ തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി എന്നിവിടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 100 പേരടങ്ങുന്ന 3 സംഘങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് സജ്ജരായി എത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ 4 ജില്ലകളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 ചെന്നൈ. പുതിയ മഴ വിവരങ്ങൾ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, ശബരിമല സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ്, ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഇത് 1 മണിക്ക് നൽകിയ മഴ മുന്നറിയിപ്പാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്? പുതിയ വിവരങ്ങളുണ്ടോ പ്രതീഷ്? ഉന്മേഷ, നേരത്തെ പ്രഖ്യാപിച്ച മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ മാറ്റമില്ല. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം നഗരത്തിൽ പുലർച്ചെ മുതൽ ശക്തമായ മഴയായിരുന്നു. എന്നാൽ നിലവിൽ നഗരപരിധിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന ഒരു സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഇതിനു പുറമെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. ഈ ശ്രീലങ്കൻ തീരത്തിന് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ കൂടുതൽ ശക്തമാക്കുന്നത്. നാളെ എറണാകുളം ജില്ലയിൽ മാത്രമാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുള്ളത്. എന്നാൽ മഴ മുന്നറിയിപ്പ് ഏത് നിമിഷം വേണമെങ്കിലും മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാലാണ് തീരദേശവാസികൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലും ശക്തമായ മഴ രാവിലെ മുതൽ തുടരുന്നുണ്ട്. തിരുവനന്തപുരം, പൊന്മുടി, കല്ലാർ, മങ്കയം എക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടായാൽ ഉടൻ തന്നെ മാറി താമസിക്കണമെന്ന ഒരു മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷം. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ രാഹുൽ സുരേഷ് കൂടിയുണ്ട്. സന്നിധാനത്താണ്. ഈ സന്നിധാനത്ത് കനത്ത മഴ ഇപ്പോഴും ഉണ്ടോ രാഹുൽ? ഉന്മേഷ, കഴിഞ്ഞ 1 മണിക്കൂറായി ഭേദപ്പെട്ട മഴ സന്നിധാനത്തും രേഖപ്പെടുത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് വൈകിട്ടോടുകൂടി മഴ കനക്കുകയായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഭേദപ്പെട്ട മഴ ഇപ്പോഴും തുടരുകയാണ്. അതിനെ അവഗണിച്ചും ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മഴക്കോട്ടുകളിട്ടും മഴ നനഞ്ഞുമൊക്കെ തീർത്ഥാടകർ മല ചവിട്ടുകയാണ്. ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതാണ് വലിയ ആശ്വാസമാകുന്നത്. മണിക്കൂറിൽ ഏതാണ്ട് 3000 മുതൽ 3500 പേർ വരെയാണ് 18-ാം പടി ചവിട്ടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ന് മാത്രം ഏതാണ്ട് 56,000 പേരാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത്. തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ തീർത്ഥാടകം അല്പം ദുഷ്കരമാകാനുള്ള സാധ്യത നമുക്ക് തള്ളാനാവില്ല. പമ്പയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ കയറിയിട്ടുണ്ട്. പക്ഷേ മഴയെ അവഗണിച്ചും അവർ സന്നിധാനത്തേക്ക് എത്തും. ദർശനം നടത്തിയ ശേഷം അവർ വിരിവെക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ മഴ ഉള്ള പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഫ്ലൈ ഓവറുകളിലേക്ക് ആളുകളെ കടത്തി വിടുന്നില്ല. നേരിട്ട് ദർശനത്തിനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേക ക്യൂവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും മഴ നിലവിൽ ദർശനത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തി വിളിച്ചിരുന്നുണ്ട്. മനേഷ്, ഈ നാളെ 4 ജില്ലകളിലാണല്ലോ തമിഴ്നാട്ടിൽ അവധിയുള്ളത്. നിലവിൽ ഈ 4 മാത്രമാണോ കനത്ത മഴയുള്ളത് മനേഷ്? ഉന്മേഷ, തൂത്തുക്കുടി, തിരുനെൽവേലി, തെങ്കാശി, അതുപോലെ തന്നെ കന്യാകുമാരി 4 ജില്ലകളിലും ശക്തമായ മഴ. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴയാണ്
ഇടതടവില്ലാതെ തന്നെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കന്യാകുമാരി തിരുനെൽവേലിയിൽ വലിയ തോതിൽ തിരുനെൽവേലിയിലും കന്യാകുമാരിയിലും അതുപോലെ തന്നെ തൂത്തുക്കുടിയിലും വലിയ തോതിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു മഴ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരുനെൽവേലിയിലെ മൂലക്കരപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 8 മണിക്കൂറിനുള്ളിൽ 18.5 സെന്റിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. മാത്രമല്ല നദികളെല്ലാം തന്നെ കരകവിഞ്ഞിരിക്കുന്നു. താമരഭരണിയും അതുപോലെ തന്നെ പാപനാശം അണക്കെട്ടുകളെല്ലാം തന്നെ നിറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏകദേശം 30,000 ഘനയടി വെള്ളം എത്രയും വേഗം തുറന്നു വിടണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു തീരുമാനം. പക്ഷേ അങ്ങനെ തുറന്നുവിട്ട് ഈ മഴയ്ക്കൊപ്പം അത് തുറന്നു വിടുക കൂടി ചെയ്താൽ വലിയ അതിരൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും താഴ്ദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 4 ജില്ലകളിൽ എന്തായാലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഈ 4 ജില്ലകളിൽ മാത്രമല്ല മയിലാടുതുറയിലും തിരുവാരൂർ പോലുള്ള ജില്ലകളിലും ഒക്കെ ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ 4 ജില്ലകളിൽ നാളെയും അതിശക്തമായ തോതിൽ തന്നെ മഴ തുടരുമെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള മഴ തന്നെ തിരുനെൽവേലിയും. ശരി മനേഷ്, ഏതായാലും മഴയുണ്ട് തമിഴ്നാട്ടിൽ. 4 ജില്ലകളിൽ അവധിയുമുണ്ട്. പനമ്പുകാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. വേണാട് ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. എസ് ശ്യാംകുമാർ ഉണ്ട് വിവരങ്ങളുമായി. ശ്യാംകുമാർ, കഷ്ടിച്ചാണ് ആനപ്പുറത്തുനിന്ന് വീണവർ രക്ഷപ്പെട്ടത്. വിവരങ്ങൾ. ഉന്മേഷ്, തീർച്ചയായും. കാരണം ആനയുടെ പിൻകാലുകൾ കൂച്ചുവിലങ്ങിട്ട് ബന്ധിച്ചതിനാലാണ് ആന ഇടഞ്ഞ ശേഷവും മറ്റാർക്കും അപകടം പറ്റാതെ അവിടെ വലിയൊരു ദുരന്തം ഒഴിവായത്. ആന ആ സമയത്ത് തൻ്റെ മുകളിൽ ഇരുന്ന തിടമ്പ് പിടിച്ചുകൊണ്ടിരുന്ന പൂജാരിയെയും സഹായിയെയും ശരീരം കുലുക്കി നിലത്തേക്ക് മറിച്ചിടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തൊട്ടടുത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെ മാറിയതിനാൽ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ പാപ്പാന്മാർക്ക് മുൻകാലുകളും ചങ്ങലുപയോഗിച്ച് ബന്ധിക്കാൻ സാധിച്ചതിനാലാണ് ആനയ്ക്ക് പിന്നീട് അവിടെ നിന്ന് ചലിക്കാൻ കഴിയാതിരുന്നത്. പിന്നീട് ആനയെ അവിടെ നിന്ന് നീക്കുകയും വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ എത്തി പരിശോധിക്കുകയും ചെയ്തു. ഏതായാലും സംഭവത്തിന് ശേഷം ഉടൻ തന്നെ ആനയെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ആ അമ്പലത്തിൽ പനമ്പുകാട് ക്ഷേത്രത്തിലെ ഒരു വലിയ അപകടം ഒഴിവാകാൻ ഇടയാക്കിയത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാകുന്നു.